സ്വന്തം തിരുമുടി അണിയുകയായി. Stay tuned and enjoy good music only on Radio Asia 94.7 FM. നമസ്കാരം, ഇൻഫോക്കസിലേക്ക് സ്വാഗതം. ഇൻഫോക്കസിൽ ഇന്ന് അതിഥിയായിട്ട് നമ്മോടൊപ്പമുള്ളത് ലീഗൽ അഡ്വൈസർ ആന്റണി വിൻസെൻ്റ് ആണ്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടന്റിൽ നിന്നാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ഉള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമപ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, ഈ ഇത്തരം നിയമപ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഒരു നിർദ്ദേശമായിട്ട്, ഉപദേശമായിട്ട് അദ്ദേഹം തരുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഇൻഫോക്കസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ ആന്റണി വിൻസനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഒരുമിക്കുന്നത് വീണ്ടും. എന്തായാലും സന്തോഷം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാകും. പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മയായിരിക്കും. നിയമത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് അങ്ങനെയൊക്കെ മതി എന്ന അർത്ഥത്തിൽ കാണുക. അതായത് കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡെഡ് ലൈനിലേക്ക്, അവസാന നിമിഷത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. ഇതൊക്കെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാവുന്നത്. നമുക്ക് ആദ്യമേ നമുക്ക് ഈ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ആക്ച്വലി ഈ അടുത്ത കാലത്തായിട്ട് സാറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ലീഗലി വരുന്ന കേസുകൾ ഏത് തരത്തിലുള്ള കേസുകളാണ് വരുന്നത്? നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രശ്നം ഫിനാൻസാണ്. അപ്പോൾ കൂടുതലും അവർ ക്രെഡിറ്റ് കാർഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മറ്റുള്ള ക്രൈംസ് കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മുടെ ഇടയിൽ. ശരി. പിന്നെ വല്ലതും അറിവില്ലായ്മ കൊണ്ട് വല്ല അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി, ടെനൻസി കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അതൊക്കെ വലിയ ക്രൈംസാണ്. ഏതെങ്കിലും ഡോക്യുമെൻ്റ് കറക്ഷൻസ്, ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് കറക്ഷൻസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. അത് നമ്മൾ അറിയില്ല എന്നൊക്കെ പറയും. ചില ടൈപ്പ് സെൻറ്റർ മുഖേന, ചില തഹസീൽ മുഖേന, അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും മുഖേനയൊക്കെ ഇത്തരം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ട് അത് പിന്നീട്, കാരണം വെച്ചാൽ ഇപ്പോൾ പഴയ മാതിരിയല്ലല്ലോ, എല്ലാം സ്കാൻ ചെയ്യാനും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇടയിൽ വരാറുണ്ട്. കാരണം നമുക്കറിയാലോ, നമ്മുടെ ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ ഇറങ്ങി നമ്മുടെ മലയാളികൾ ധാരാളം ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചില ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ. പക്ഷെ അത് ഒരു ദിവസം എന്തായാലും പെടും. അല്ല, അങ്ങനെ പെട്ട് പോകുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ടോ? ഇപ്പം ഈയിടെ എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ടെനൻസി കോൺട്രാക്ട് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതിൻ്റെ ലാൻഡ് ലോഡ്, അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ടുള്ള ലോക്കൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ ഇത് വന്നപ്പോൾ ഈ അച്ഛൻ്റെ പേരിലൊരു പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവരുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഫേക്കാന്ന് മനസ്സിലായി. പക്ഷേ ഇദ്ദേഹം എയർപോർട്ടിൽ ചെന്നിട്ടാണ്, ദൈവഭാഗ്യത്തിന് ദുബായ് എയർപോർട്ടിൽ ഇപ്പോൾ അധികം അറസ്റ്റ് ചെയ്യുന്നില്ല. അത് അബുദാബി കേസായിരുന്നു. അബുദാബി പോയിട്ട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും ആൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ അതിന് ഏകദേശം ഒരു 50,000 to 300,000 വരെ ഫൈനും ജയിലും പെർമനന്റ് ഡിപ്പോർട്ടേഷനാണ്. ഇത്തരം കേസുകളിൽ പിന്നെ അതിന്റെ നെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടായെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ അതിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടായിരിക്കും. തെറ്റുകൾ ചെയ്യാതിരിക്കുക, ബോധമില്ലായ്മ, നിയമത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ നമുക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അതുമാത്രമല്ല, കിട്ടാവുന്ന മാക്സിമം ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് ഒരു മണി മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ അത് കൈകാര്യം ചെയ്യുക. ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവരും വേറെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരോട്, അല്ലെങ്കിൽ അത്തരം പെട്ടുപോകുന്ന ആളുകളോട് സാറിന് പറയാനുള്ള ഒരു അഡ്വൈസ്? ഇപ്പോഴല്ല, മുൻ കാലഘട്ടങ്ങളിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നൊക്കെ നമുക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിലും കിട്ടുന്നൊരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പം മിനിമം സാലറി 3,000, 5,000, പിന്നെ ക്രെഡിറ്റ് ബ്യൂറോ നമ്മുടെ ക്രെഡിറ്റ് ഫെസിലിറ്റി എത്ര കൊടുക്കാം, അവർക്ക് എത്ര ബാങ്കിൽ ക്രെഡിറ്റ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ മുൻ ഇഷ്യൂ ചെയ്ത പല കാർഡുകളിലും പലരും കോവിഡ് ടൈമിൽ ജോലി പോയിട്ടും പിടിച്ചിട്ടൊക്കെ പൈസ അടയ്ക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ 90% ചില ബാങ്കുകളൊന്നും കേസാക്കുന്നില്ല. കേസാക്കുന്നതിന് പകരം അവർ ഒരു ഏജൻസിക്ക്, റിക്കവറി ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ റിക്കവറി ഏജൻസികൾ വിളിച്ച് ഇവർ ഒരുപാട് ത്രെട്ടൺ ചെയ്യും. നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റില്ല, ട്രാവൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുക അവർ. അപ്പോൾ മെൻ്റൽ ടോർച്ചറിങ്ങും ഭയങ്കര
ഭയങ്കരമായിട്ട് കിട്ടുമ്പോൾ ചില ആൾക്കാർ ഓടിപ്പോയി പൈസ അടയ്ക്കും. ഓഹോ. പക്ഷേ ഈ അടയ്ക്കുന്ന പൈസ ബാങ്കിൽ റിഫ്ലക്റ്റ് ആവില്ല. കാരണം ഈ ഏജൻസികൾക്ക് 30 to 40% അതിൽ നിന്ന് അവർ എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കുറേ നാളായിട്ട് അടയ്ക്കാത്ത പൈസക്ക് വലിയ എമൗണ്ടിലേക്ക് പോയ കാരണം കൊണ്ട് അവർക്ക് ഏറ്റവും നല്ലത് ഒരു കേസാവുമ്പോൾ ആ പൈസ കോർട്ടിൽ അടച്ച് സെറ്റിൽ ചെയ്യാം. ഒരിക്കലും ബാങ്കിലോ ഏജൻസിയോ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ ആ പൈസ അവർ മറ്റേ ഫിനാൻസ് ചാർജിലേക്കോ മറ്റോ മൈനസ് ചെയ്യും, പോലീസ് ക്ലിയറൻസ് കിട്ടില്ല. അപ്പോൾ കോർട്ടിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് നമ്മൾ കോർട്ടിൽ അടയ്ക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കോർട്ടിൽ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടും. ജഡ്ജ്മെന്റ് അല്ല, നമുക്ക് പോലീസ് ക്ലിയറൻസ് എടുക്കാം. പിന്നെ പലരും ഈ ബാങ്കായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിലായിരിക്കും കേസ് ഇടുള്ളൂ. പക്ഷേ ഞാൻ മുന്നും പറഞ്ഞ പോലെ ഒരു 25,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ചിലപ്പോൾ 50,000 70,000 ഒക്കെ കാട്ടിയിട്ട് അവർ 40,000 ആക്കി തരാമെന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇവർക്ക് എന്തായാലും ധാരണ എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇല്ല, അവർ 25,000 രൂപയുടെ തന്നെ. പിന്നെ വല്ല കോർട്ട് ഫീസോ മറ്റോ അങ്ങനത്തെ ചാർജസേ വരുള്ളൂ. പിന്നെ അങ്ങനെയുള്ളതും അവർക്ക് വേണമെങ്കിൽ 30% അടച്ച് എക്സിക്യൂഷൻ വന്നതിന് ശേഷം 30% അടച്ച് ഗഡുക്കളായിട്ട് 12-24 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. പിന്നെ അത് കറക്റ്റായിട്ട് നമ്മൾ അടച്ച് അവസാനിപ്പിക്കണം. അത് അല്ല ഇനി എമർജൻസി ആയിട്ട് അവർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ബാക്കി എമൗണ്ട് ഫുള്ളായിട്ട് അടച്ചാൽ മതി. പിന്നെ എമൗണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, അതായത് ലോണിലായാലും ഇതിലായാലും ഓൾമോസ്റ്റ് സെയിം ആണ്. എമൗണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ സബ്മിറ്റ് ചെയ്യാൻ 15 ദിവസത്തിനകം. 2 വിധത്തിൽ വരാം. ഒന്ന് സെക്യൂരിറ്റി ചെക്ക് ഉള്ളതാണെങ്കിൽ 15 days ഉണ്ടാവുള്ളൂ. സെക്യൂരിറ്റി ചെക്ക് മുന്നേ ഫൈനായി പോയതാണെങ്കിൽ അവർക്ക് 30 days ടൈം കിട്ടും. ആ സമയത്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് ചിലപ്പോൾ ഈ ലോണാണെങ്കിൽ അവർ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ പേ ചെയ്ത എമൗണ്ടുകളൊക്കെ നോക്കും. ക്രെഡിറ്റ് കാർഡിന് അതിൻ്റെ ആവശ്യം വരില്ല. ഇനി അതുപോലെ തന്നെ ഈ ലോണും അതുപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാതെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഒരുപക്ഷെ അറിയുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതറിയാൻ പറ്റുമോ? കാരണം ഞാൻ നാട്ടിലാണുള്ളത്, 5-6 വർഷം മുമ്പ് എനിക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ അതിന് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അങ്ങനെ അത്തരം കേസസ് വരാറുണ്ടോ? ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ചില ജോലി നമ്മുടെ നാട്ടിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് തിരിച്ചു പോയി ഒരിക്കലും അവിടെ സെറ്റിൽ ആവാൻ പറ്റില്ല. അപ്പോൾ പല കാരണം കൊണ്ട് അവർ തിരിച്ചു പോരാൻ സാധ്യതകളുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ചില ലിങ്ക് എമിഗ്രേഷൻ ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം കേസുകൾ വരാം. മുന്നുള്ള കേസുകളാണെങ്കിൽ ആ കേസ് ചെക്ക് കേസായിട്ട് ഉണ്ടാവുള്ളൂ. അത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ സിവിൽ കേസായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 30% അടച്ച് ബാക്കി ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ളത്. എത്ര വർഷം മുമ്പുള്ളതായാലും അങ്ങനെ തന്നെ, എത്ര വർഷം മുന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതെന്നല്ല, ഏതൊരു കേസും അവർ കൺട്രിയിലില്ലാത്ത സമയത്താണ് ജഡ്ജ്മെൻറ്റോ എക്സിക്യൂഷനോ വന്നിട്ടുള്ളെങ്കിൽ അവർക്ക് ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ വരാതെ തന്നെ നാട്ടിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി നമുക്ക് കേസ് റീഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ ഫയൽ എടുക്കുമ്പോൾ അവർ ലീഗൽ നോട്ടീസ് അയച്ച് ആ ലീഗൽ നോട്ടീസ് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ അറബിക്കിലും ഇംഗ്ലീഷിലും ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കും. അപ്പോൾ ആ പേപ്പർ കട്ട് അതിലുണ്ടാവും. അപ്പോൾ കോർട്ടിന് ആ ഡോക്യുമെന്റ് മതി ജഡ്ജ്മെന്റിന് പോകാൻ. അതായത് നമ്മൾ അറിഞ്ഞിട്ടില്ല, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി അത് പത്രത്തിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവർ ചെയ്യുന്നത്. ഫസ്റ്റ് അവർ ലീഗലി നമ്മുടെ പഴയ അഡ്രസ്സിൽ കൊടുക്കാനൊക്കെ നോക്കും. പക്ഷെ നടന്നില്ലെങ്കിൽ പിന്നത്തെ ഓപ്ഷൻ ആയിട്ട് അവർ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ ആയിട്ടാണ്. അതിൽ ഇംഗ്ലീഷ് അറബിക് ഉണ്ടാവും. നമ്മൾ അവർ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കെതിരെ കേസ് കൊടുത്ത പാർട്ടിയുടെ ലൈസൻസ് കോപ്പി, ബാങ്കിൻ്റെ ലൈസൻസ് കോപ്പി, അതിലെ ബാങ്കിൻ്റെ MOU ഉണ്ടായിരിക്കും. അതുമാതിരി നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത പേപ്പറുകൾ ഉണ്ടാവും, ചെക്കിൻ്റെ കോപ്പി ഉണ്ടാവും. അങ്ങനെ എല്ലാ ഡോക്യുമെൻസും വളരെ ക്ലിയർ ആയിരിക്കും. പലരും പറയും ഒന്നും അറിയില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും ഒരു കോടതി ഒരു ജഡ്ജ്മെൻറ്റ് തരുമ്പോൾ അത് പൂർണ്ണമായി അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവരൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെങ്കിലും തരത്തിൽ ഇളവ് കിട്ടുമോ എന്നൊക്കെ നോക്കാനുള്ള വഴികളുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം അങ്ങനെ ഒരു ഇളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് നമുക്ക് പേയ്മെന്റ് കൊടുക്കണ്ടോ, പിന്നെ കുറച്ച് കോർട്ട് ഫീസ് വരും. അല്ല, നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലാതെ വലിയൊരു പൈസ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അപ്പീലിന് പോവാം.
അപ്പീലിന് പോവാം. പക്ഷേ അപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഒരിക്കലും നമ്മളൊരു ജഡ്ജ്മെന്റ് വന്ന് എക്സിക്യൂഷനിലേക്ക് പോകാൻ പാടില്ല. ജഡ്ജ്മെന്റ് വന്നാൽ തന്നെ നമുക്ക് പിന്നെയും ടൈം കിട്ടുന്നുണ്ട്. അതായത് ക്രിമിനൽ ആണെങ്കിൽ 15 days, സിവിൽ ആണെങ്കിൽ നമുക്ക് 30 days ടൈം കിട്ടുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ആക്ട് ചെയ്താൽ മതി. പക്ഷെ പലർക്കും എന്താ വെച്ചാൽ അവർ പേടിച്ചിട്ട്, അല്ലെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല, അങ്ങനെയുള്ള ചില ആക്സുകൾ. ഇപ്പം നമുക്ക് എല്ലാത്തിനും ഒരു ലോയർ തന്നെ വേണമെന്നില്ല. അവിടെ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ കോർട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന തഹസീൽ, അതേമാതിരി നമ്മുടെ അൽ-അദീദ് സെൻറ്റർ, ഇൻജാദ് എന്ന് പറഞ്ഞ അബുദാബിയിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശരിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് വലിയ പൈസ ലോസ് വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിനൊക്കെ വേണ്ടി നമ്മളെപ്പോഴും ലോയർ എടുത്ത് പോകണ്ട. പക്ഷേ കൺവീനിയൻസ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോ ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ റെഗുലറായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. അവരുടെ സിസ്റ്റത്തിൽ എപ്പോഴും ബബിൾ ചെയ്യും. എന്തെങ്കിലും ആക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അറസ്റ്റ് വാറൻറ്റോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ആയാലും വ്യക്തിയുടെ ആയാലും പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക, വാഹനങ്ങൾ പിടിച്ചെടുക്കുക, ബാങ്ക് ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള പല പൊസിഷനിലേക്ക് പോകുമ്പോൾ അതൊക്കെ നമുക്കിവിടെ ലോയറുടെ അടുത്ത് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. മറ്റൊരു നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയും. അത്തരം ബുദ്ധിമുട്ട്, അത്തരം ആ പ്രശ്നങ്ങൾ. ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ ട്രാവൽ ബാനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ട്രാവൽ ബാൻ ഏതൊക്കെ ഇപ്പം പ്രത്യേകിച്ചും നേരത്തെ സാറിന് പറയുന്നത് കേട്ടോ, എനിക്ക് അറസ്റ്റ് കുറവാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും ദുബായ് എയർപോർട്ടിലൊക്കെ അറസ്റ്റ് ഇപ്പോൾ ഇല്ല, പഴയതുപോലെ നടക്കാറില്ല. പക്ഷെ അത് ഇളവ് നമുക്ക് കുറച്ചുകൂടി സൗകര്യമാവുകയാണ്. ആളുകൾക്ക്, വരുന്ന ആളുകൾക്ക് സൗകര്യമാവും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു സ്പേസ് ആണ് തരുന്നത്. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് അറിയാൻ പറ്റും? ഇവിടെ എത്തുമ്പോഴാണോ നമ്മളറിയുക? അല്ലാതെ അറിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പം ഞങ്ങളുടെ ലോ ഫേമില് നമുക്ക് അവിടെ നിന്ന് ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇനി നമ്മുടെ ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങളുടെ മെയിൻ ലോയർ ഷാർജ പോലീസിന്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സോഴ്സ് സീക്രട്ടൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കേസിൻ്റെ ഫയലെടുത്ത് എന്താണ് കേസ്, എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ നാട്ടിൽ നിന്ന്, കാരണം വെച്ചാൽ ഡീറ്റെയിൽസ് കിട്ടില്ല. ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മളൊരു പവർ ഓഫ് അറ്റോർണി ലോയർക്ക് കൊടുക്കണം. അത് നാട്ടിൽ നിന്ന് ഓൺലൈനിൽ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ നാട്ടിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി ലോയറുടെ പേരിൽ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് ഇവിടുത്തെ നോട്ടറിയിലേക്ക് കൊടുത്ത് നോട്ടറി ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് നമ്മൾ നാട്ടിലേക്ക് കൊടുക്കും. അവരോട് ചോദിക്കും, ഇങ്ങനെ നോട്ടറിക്കാർ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ മിസ്റ്റർ ജിഹാദിനെ ലോയറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കിയെന്ന് നോക്കി യെസ് എന്ന് പറയും. അപ്പോൾ അവർ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ സൈൻ ചെയ്യാൻ പറയും. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് കിട്ടും. ആ പ്രിൻറ്റ് നമ്മുടെ ഇവിടുത്തെ കേസ് നമ്പറിലേക്ക് ലിങ്ക് ചെയ്താലേ കേസിൻ്റെ ഫുൾ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങളില്ലാതെ നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായി നിയമപരമായിട്ട് തന്നെ നമുക്ക് കേസുകളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നതെന്ന്. നമുക്ക് ഫേസ്ബുക്ക് ലൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറിനോട് ചോദിക്കാനുള്ളത്, കാരണം ഇത്തരം കേസുകളിലുള്ള ആളുകൾ വരുന്നു, ഈ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇതൊരു മെഡിക്കൽ ലൈനിൻ്റെ പോലെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി അതിന് ശ്രദ്ധിക്കേണ്ടതില്ല. ചിലൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ഛർദി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നിസ്സാരമായിട്ട് കരുതരുത്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റമായിട്ട് കരുതണം അതിനെ. അതുപോലെ അതിന് വേണ്ടുന്ന സമയത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. പല ഫാമിലികളും എയർപോർട്ടിൽ പോയിട്ട് കരഞ്ഞ് തിരിച്ചു പോരേണ്ടി വരുന്നുണ്ട്, ഹസ്ബൻഡിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈയിടെ തന്നെ ഒരു സ്ത്രീ, ഞാൻ അറിഞ്ഞു വന്നപ്പോൾ 1 വർഷം മുന്നേ അവർ വണ്ടി എടുത്തു കൊണ്ടുപോയിട്ടുള്ളതാണ്, പിന്നെ ലോൺ ഉള്ളതാണ്. എന്നിട്ട് അങ്ങനെ ഒരു ഫാമിലി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കേസ് ഉണ്ടാവുന്നത് നോക്കണേ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും നെഗ്ലിജൻസ് അവർ കാണുക. അപ്പൊ ഇതിൽ എന്തുണ്ടാവും വെച്ചാല് ഫാമിലി ഭയങ്കര വറീഡ് ആകുന്നു, നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നവരാകെ അപ്സെറ്റ് ആകുന്നു എന്നുള്ള മോസ്റ്റ്ലി അങ്ങനെ സംഭവിക്കാറുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് തിരിച്ചു പോരേണ്ടി വരുന്ന അവസരങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കേസിന് സാധ്യതകൾ ഉണ്ടെങ്കിൽ എപ്പോഴും മുൻകൂട്ടി നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ദുബായ് ഗവൺമെൻറ്റിലൊക്കെ അവർ ഡിവൈസ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിവൈസ് നമ്മുടെ എമിറേറ്റ്സ് ഐഡി ആയിട്ട് ആക്സസ് ചെയ്യും. എവിടെയാണെങ്കിലും എയർപോർട്ട്, RTA, ബസ്, പിന്നെ ബസ്സിലെല്ലാം അവരുടെ ഈ ഡിവൈസ് അടുത്തെത്തുമ്പോൾ അതിൽ നമ്മുടെ എമിറേറ്റ്സ് ഐഡി വരും.
അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. യെസ്, എന്തായാലും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആ പെട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത്. നമ്മൾ ചെറിയതായിരിക്കാം സംഭവങ്ങൾ, പക്ഷേ അത് അവഗണിക്കരുത്, വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണമെന്നാണ് ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റ് പറയുന്നത്. ആൻ്റണി വിൻസെൻ്റ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 056-222-5242 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻറ്റിൽ നിന്നാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇൻഫോക്സിൻ്റെ അതിഥിയായിട്ട് ഇന്നുള്ളത്. ഇനിയിപ്പോൾ അരമണിക്കൂർ നേരം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. തത്സമയം ശ്രോതാക്കൾക്ക് വിളിക്കാം 045777947 എന്ന നമ്പറിലേക്ക്. സർ, തൽക്കാലം നമ്മൾ ഫേസ്ബുക്ക് ലൈവ് നിർത്തുകയാണ്. അതിനുശേഷം നമുക്ക് റേഡിയോയിലൂടെ സംസാരം തുടരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.